لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبد الله ورسوله صلى الله على محمد وعلى آله وأصحابه وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين فلما آتاهما صالحا جعل له شركاء فيما آتاهما فتعالى الله عما يشركون صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس ബഹുമാനമുള്ള ഉലമാക്കളെ ഉമറാക്കളെ സുഹൃത്തുക്കളെ ഉമ്മമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ കർമ്മമാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ നല്ലത് പറയുവാനും പ്രവർത്തിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹുവിന്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും വേണ്ടവണ്ണം അവന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും അനുസൃതമായ നിലയിൽ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ജീവിതത്തിന്റെ പല മേഖലകളും സഞ്ചരിക്കുന്ന നമുക്ക് മുസ്ലിം സമുദായത്തെ അപേക്ഷിച്ചിടത്തോളം പല മഹല്ലുകളിലും ഈ ഒരു കുടുംബ പ്രശ്നങ്ങളാൽ വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയാണ് ഈ വിനീതൻ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ പോയപ്പോഴും ഒക്കെയുള്ള അനുഭവം കുടുംബ പ്രശ്നങ്ങളാണ് അപ്പോൾ ദാമ്പത്യ ജീവിതം സുഗമമായ നിലയിൽ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ഒരു സംഗമം നമുക്കതൊരു കാരണമാക്കി മാറ്റണം. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് വലിയ അർത്ഥമില്ല.
ഇൽമുകൾ കേൾക്കുക, പഠിക്കുക, അമൽ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ദീനിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ നമുക്കതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിക്കുന്ന ഓരോ വിഷയങ്ങളും ഒരുപക്ഷെ ചെറിയ വിഷയങ്ങളാണ് അല്ലാഹു തആല ഉദാഹരിക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഉദാഹരണത്തിന് ഒരു ഈച്ചയെ, കൊതുകിനെ ഉദാഹരിച്ചിട്ട് അല്ലാഹു പറയുന്നു, നാണക്കേട് എനിക്ക് എന്റെ ഭാഗത്തോ അല്ലെങ്കിൽ എന്റെ മഹത്വത്തിലോ അല്ലെങ്കിൽ എന്റെ പ്രതാപത്തിനോ എതിരല്ല. ലജ്ജ എന്ന് പറയുന്നത്, ഹക്ക് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊളതൻ ഫമാ ഫൗഖഹാ. അല്ലാഹുക്ക് ലജ്ജയില്ല ഒരു ചെറിയ കൊതുകിനെ ഉദാഹരിക്കാൻ. അപ്പോ അറബികളൊക്കെ പറഞ്ഞു, കഷ്ടം, മുഹമ്മദിന്റെ ദൈവം നോക്കി കൊതുകിനെ ഉദാഹരണം. എന്നാ വലിയ ആനയൊക്കെ ഉണ്ടല്ലോ, ആനയൊക്കെ, ഒട്ടകവും ആനയൊക്കെ ഉണ്ട്, അതൊന്നും പറയാൻ കഴിവില്ലാതെ മുഹമ്മദിന്റെ ദൈവത്തിന്റെ വാക്ക് കൊതുകിനെ ഉപമിക്കുന്നു. വേറെ ഒന്നും അറിഞ്ഞൂടാ. ആന എന്താ ഉദാഹരിക്കാഞ്ഞത്? അല്ലാഹുക്ക് ലജ്ജയില്ല കൊതുകിനെ ഉദാഹരിക്കാൻ. ഇന്നല്ലാഹ ലാ യസ്തഹീ ഒരു കൊതുകോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഒരു ജീവിയോ പ്രശ്നമില്ല അല്ലാഹുക്ക്. കൊതുകിന്റെ ഗുണമല്ല ആനയ്ക്കുള്ളത്. ആന ഇങ്ങോട്ട് ഓടി വന്ന് ഒരുത്തനെ ചവിട്ടി കൊന്ന് അവന്റെ കൈ കാലൊക്കെ വലിച്ച് കീറി അവന്റെ ഇടപാടൊക്കെ തീർത്ത് പോയി. കൊതുക് അങ്ങനെയല്ല. നമ്മൾ ഇത്രയും പേരെ ഇടങ്ങേറാക്കാൻ ആ കൊതുക് സാഹിബിനെ കഴിയും. ഇത്രയും പേരെ പതുക്കെ സ്വസ്ഥമായിട്ട് നമ്മൾ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്ന് കിടന്നൊന്ന് ഉറങ്ങാന്ന് കരുതിയാലേ ഈ മൂപ്പിലാൻ വന്നിട്ട് എന്താ ചെയ്യുക? നല്ല കൊളസ്ട്രോൾ ഉള്ള ഭാഗത്ത് നോക്കിയിട്ട് പതുക്കെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യും. പതുക്കെ അങ്ങോട്ട് തുളച്ച് കയറ്റി നിന്റെ ആ ചർമ്മത്തിന്റെ അവിടെ കൊണ്ടുപോയ തുമ്പിക്കൈ വെച്ചിട്ട് ഇവന്റെ ഉള്ളിൽ ശേഖരിച്ചിരിക്കുന്ന രസം അത് അങ്ങോട്ട് അയച്ചു വിട്ട് അവിടെ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി, എന്നിട്ട് അങ്ങോട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നമ്മുടെ രക്തത്തിലേക്ക് അവന്റെ രസം അങ്ങോട്ട് ഇറക്കി ആ കട്ടിയായ രക്തത്തെ ഒക്കെ ഒന്ന് നല്ല വെള്ളം പോലെ ആക്കി പതുക്കെ ഊറ്റി പിടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അടി അങ്ങോട്ട് പറ്റിക്കുന്നത്. അത് പതുക്കെ. അതേപോലെ അമേരിക്കയിലുള്ള രോഗം ആനയെ കൊണ്ട് ഇവിടെ നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിയുമോ? കോഴിക്കോട്ടുള്ളത് കൊല്ലത്തും, കൊല്ലത്തുള്ളത് കോഴിക്കോട്ടും, തിരുവനന്തപുരത്തുള്ളത് കാസർഗോട്ടും, കാസർഗോട്ടുള്ളത് തിരുവനന്തപുരത്ത് രോഗം വ്യാപിപ്പിക്കാൻ പറ്റിയ ഒരു സാധനം ഈ കൊതുക് സായുവാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല കൊതുവിനെ ഉപമിച്ചത്. അല്ലെ വെറുതെ ഒന്നുമല്ല, അള്ളാഹ്ക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല. ആനയെ ഉപമിച്ച ഇതൊക്കെ നടക്കുമോ? ചിലന്തിയെ അല്ലാഹു ഖുർആനിൽ ഉപമിച്ചു. ചിലന്തിയെ അയ്യേ മുഹമ്മദിന്റെ ചിലന്തി, വേറെ ഒന്നും കിട്ടിയില്ല. അൻകബൂത്ത്, ഇന്നഹു അനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. മുഹമ്മദിന്റെ ദൈവത്തിന് ചിലന്തിയെ കിട്ടിയുള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ കഷ്ടപ്പെട്ട് 2 നില വീട് വെച്ച് പാല് കാച്ചിന് വിളിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിലെല്ലാം നല്ല സൂപ്പർ വീട് വല നെയ്ത് മൂപ്പിലാമാര് വന്നിട്ട് നല്ല സൂപ്പറായിട്ട് വീട് കെട്ടും. നമ്മൾ 6 മാസം 7 മാസം 2 വർഷം 3 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും ഒരു വീട് കെട്ടുക. ചിലന്തിയോ വീട് വെച്ചിട്ട് നമ്മൾ പെരവാസ്തോലിക്ക് വിളിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോ വീടിന്റെ മുകളിലെല്ലാം ഈ വല പിടിച്ച് നോക്ക്, അവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ എല്ലാം നോക്ക്. എത്ര പുതിയ വീടാണെങ്കിലും ചിലന്തി അള്ളാഹ് ഊഹിക്കണോ വേണ്ടായോ? അപ്പൊ അള്ളാഹ്ക്ക് ബുദ്ധി ഇല്ല എന്നല്ല, ഇത് ചിന്തിക്കുന്ന നമുക്കാണ് ബുദ്ധി ഇല്ലാത്തത്. ഹക്കമുൽ ഹക്കീമാണ് അല്ലാഹു. അള്ളാഹ്ക്ക് ഇതെല്ലാം. അള്ളാഹ്ക്ക് ഒരു ദീനിന്റെ വിഷയം പറയുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആലയ്ക്ക് ഹഖ്, സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് അള്ളാഹ്ക്ക് ലജ്ജയില്ല എങ്കിൽ സത്യാവസ്ഥ ദീനിന്റെ വിഷയത്തിൽ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ നമ്മൾ പഠിക്കണം. അതിന് ലജ്ജിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമിന്റെ നിയമം പക്ഷേ പറഞ്ഞു പോയാൽ ചിലർക്ക് ഇങ്ങനെ ഇത്രയും വലിയ ഭാഷ പറയേണ്ട കാര്യമില്ല, ഒരു സെക്സ് ആയിപ്പോയി അങ്ങനെ പറഞ്ഞത്. ഏറ്റവും വലിയ സെക്സോളജി അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകണം ഏറ്റവും വലിയ സെക്സോളജിസ്റ്റ്.
ഡോക്ടർ ഗുസ്താവ് ആണ് എന്ന് തോന്നുന്നു. ഏറ്റവും വലിയൊരു സെക്സോളജി ഉണ്ടായിരുന്നു ഡോക്ടർ. അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. അദ്ദേഹം പറയുന്നു, ഒരുപാട് സെക്സോളജിസ്റ്റിൽ നിന്ന് ഞാൻ സെക്സിനെ കുറിച്ച് മനസ്സിലാക്കി. പക്ഷെ എനിക്ക് ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇസ്ലാമിന്റെ പ്രോഫറ്റായ മുഹമ്മദിൽ നിന്ന് പഠിച്ചപ്പോഴാണ് എന്താണ് സെക്സ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പാശ്ചാത്യൻ ഡോക്ടറാണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു മെഡിക്കൽ കോളേജിലും പഠിക്കാനൊന്നും പോയിട്ടില്ല. എല്ലാം അള്ളാഹു ഇറക്കിക്കൊടുത്ത വാക്കുകളാണ് നബി തങ്ങൾ പറയുന്നത് നമ്മുടെ മുന്നിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തമായ ഒരു അഭിപ്രായവുമില്ല. അതൊക്കെ ഞാനിപ്പോ ഒരു ചെറിയ ഉദാഹരണത്തിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ സൂചിപ്പിച്ചു തരാം. ആരെങ്കിലും നബിയോട് ഒരു വിഷയം ചോദിക്കാൻ പോകുമ്പോൾ ആ വിഷയം അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാൻ കഴിയില്ല എങ്കിൽ നബി തങ്ങൾ മൗനം ദീക്ഷിക്കുകയും, അങ്ങനെ മൗനം ദീക്ഷിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന മാലാഖയെ ഇറക്കിക്കൊണ്ട് അയച്ചുകൊണ്ട് ഉടനെ അതിന് മറുപടി അല്ലാഹു തആല നൽകുകയും ചെയ്യും. അപ്പൊ നബി തങ്ങളുടെ നാവാല സ്വന്തമായി പറയുന്ന വാക്കുകളല്ല, എല്ലാം അല്ലാഹു അറിയിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ആചാരത്തിനോ സംസ്കാരത്തിനോ ഇതൊന്നും പറയുന്ന യോജിപ്പല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. ദീനിന്റെ വിഷയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് എന്തറിയാം ദീനിനെ കുറിച്ച്? ദീനിന്റെ അകത്ത് ഒരുപാട് വിഷയങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമുക്ക് പഠിപ്പിച്ച് വരച്ച് കാണിച്ച് മനസ്സിലാക്കി തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് നബി തങ്ങളെ നോക്കിയിട്ട് അല്ലാഹു തആല പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം നബിയെ അങ്ങയുടെ പ്രവർത്തനമെല്ലാം ഞാൻ സ്വീകരിച്ചു, ഞാൻ ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു. ഈ പരിശുദ്ധമായ ദീനിനെ ഞാൻ അങ്ങ് ചെയ്ത എല്ലാ ദൗത്യത്തെയും അംഗീകരിച്ചുകൊണ്ട് ഞാൻ പൂർണ്ണ തൃപ്തനായിരിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയ ശാസ്ത്രത്തെ മതമാക്കി നിങ്ങൾക്ക് അംഗീകരിച്ചു തന്നിരിക്കുന്നു, അതിൽ ഞാൻ തൃപ്തനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി അല്ലാഹു തആല പറയണമെങ്കിൽ വള്ളി പുള്ളി വിവർഗ വിവരണ വ്യത്യാസമന്യേ ഇസ്ലാമിന്റെ സകലമാന കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വരച്ച് കാണിച്ച് പഠിപ്പിച്ചു തന്നിട്ടാണ് പോയത്. ഒരു വിഷയത്തിന് പോലും ഇന്ന് പഞ്ഞമില്ല. ഒരു വിഷയത്തിന് പോലും നമുക്കിന്ന് പഞ്ഞമില്ല. എല്ലാ വിഷയങ്ങളും അതിൽ മർമ്മപ്രധാനമായ വിഷയമാണ് ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം, വൈവാഹിക ജീവിതം, ശാരീരിക ബന്ധം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. എപ്പോഴാ പഠിക്കുക, എപ്പോഴാ അറിയുക? അതുകൊണ്ടത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ച നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിച്ചേക്കാം. അല്ലാഹു അതിനെ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് പറയുന്ന വിഷയങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. അബൂബക്കറിന്റെ ഭാഗത്ത് നിന്ന് പറയൂല. അവനെ പറയുമ്പോൾ തമാശ രൂപത്തിലൊക്കെ ഒന്ന് പറയും. അത് നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാനാണ്, എനിക്ക് ഉറക്കം വരൂല്ലോ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റാത്ത വരുമ്പം പതുക്കെ റുക്കൂൽ കിടന്നേക്കണം. അതാണ് ഏറ്റവും നല്ലത്. റുക്കൂൽ അങ്ങ് കിടന്നേക്കണം. ഇച്ചിരി ലജ്ജ കാണുമല്ലോ സ്വാഭാവികമായിട്ട്. എനിക്ക് ഈ പറയുന്ന പോലെ ഈ വിഷയമൊക്കെ പറയുന്ന പോലെ ഇഷ്ടമല്ല, ലജ്ജയൊന്നുമില്ല ഈ വിഷയം. അതുകൊണ്ട് ഉസ്താദന്മാരൊക്കെ എന്നെയാ ഏൽപ്പിക്കുന്നത് ഇതേപോലുള്ള വിഷയങ്ങളൊക്കെ പറയാൻ. വേറെ ആരും ഷുക്കൂർ ഉസ്താദ് പോലും പറയില്ല. കാര്യം ഹക്കായ കാര്യം പറയണമല്ലോ. ദീനിന്റെ വിഷയങ്ങൾ പിന്നെ ആര് പറയും, എപ്പോൾ പറയും, എവിടെ വെച്ച് പറയും, മനസ്സിലാക്കണമല്ലോ അല്ലേ? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവിടെ നമ്മളിപ്പോ അത്രയൊന്നും കടുപ്പിച്ചൊന്നും പറയണ്ട. അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഒക്കെ പോകാം ഇൻഷാ അല്ലാഹ്. അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ എല്ലാ കാര്യങ്ങളും. ഖൈർ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് തുടങ്ങി വെച്ചത് ഹമലത്ത് ഹംലൻ ഖഫീഫ, ലഘുവായ ഗർഭം അവൾ ധരിക്കുന്നു. അല്ലേ? ലഘുവായ ഗർഭം അവൾ ധരിച്ചു. ഫലമ്മാ തഗശാഹാ ഹമലത് ഹംലൻ ഖഫീഫാ ഫമറത് ബിഹി, അവൻ അവളെ പൊതിയുമ്പോൾ പ്രാപിക്കുമ്പോൾ. അല്ലാഹുവിന്റെ ഉപയോഗമാണ് ഖശിയത്ത്, പൊതിയുക.
അവൻ അവളെ പൊതിയുക. ഹമലത്ത് ഹംലൻ ഖഫീഫ, ലഘുവായ നിലയിൽ ഗർഭം ധരിക്കുന്നു അവൾ. കല്യാണം കഴിഞ്ഞു, ശാരീരികമായി ബന്ധപ്പെട്ടു, ഒന്നോ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു മാസത്തില് 1.5 മാസമോ ഒക്കെ ആയി മെൻസസ് പീരീഡ് ആവുന്നില്ല, കണ്ടില്ല, മനസ്സിലാകുന്നില്ല എങ്കിൽ ഇവള് മനസ്സിലാക്കണം, ചിലപ്പോ അത് ചിലപ്പോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകാം, മുമ്പാകാം, ചിലപ്പോ ഡേറ്റ് തെറ്റി വരാം. ഇങ്ങനെയൊക്കെ അവൾ തീരുമാനിക്കും. അത് ലഘുവായ ഗർഭത്തിന്റെ അടയാളമാണ്. ഇത് മനസ്സിലാക്കി കുറെ നാളായി, ശരി ഇതുവരെയ്ക്കും എനിക്ക് മെൻസസ് ആയിട്ടില്ല എങ്കിൽ നീ ചെയ്യേണ്ട ഉത്തരവാദിത്തം, നീ ഖഫീഫായ ഗർഭിണിയാണ്, ലഘുവായ നിലയിൽ ഗർഭം ധരിച്ചിരിക്കുകയാണ്, അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ആധുനിക നിയമം രീതിയൊക്കെ അനുസരിച്ച് നമ്മൾ അതിൻ്റെതായ ടെസ്റ്റ് വഴികളിലേക്ക് നമ്മൾ പോവുക. കേവലം 29-30 രൂപ കൊടുത്ത ഈ വെലോസിറ്റ് എന്ന് പറയുന്ന ചെറിയൊരു സാധനം കിട്ടും. അത് വാങ്ങി പൊട്ടിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ ഒരു കുഴി കാണും. അതിനകത്ത് ഒരു തുള്ളി മൂത്രം ബിസ്മിയും പറഞ്ഞ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് മനസ്സിലാവും. ഇത് നമുക്കറിയാൻ പോയി, നമ്മള് വലിയ DGA ഒക്കെ പോയി കണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് കുറെ നേരം പ്രതീക്ഷിച്ചിരുന്ന് അവര് ഒരു ലാബിൽ ചെക്കിംഗ് ഒക്കെ ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ നമ്മളവിടെ ഇരുത്തുമ്പോൾ ഒരു 150 രൂപ ബില്ല് വരുമ്പോഴേ നിനക്ക് നീ ഗർഭിണിയാന്നുള്ളത് പറഞ്ഞാൽ ബോധം വരുള്ളൂ. അതല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആരെങ്കിലും ഒരു 25 രൂപയുടെ സാധനം വാങ്ങിക്കൊണ്ടൊന്ന് ഗർഭിണിയാന്ന് പറഞ്ഞാൽ ഒന്ന് എനിക്കത് വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ സാഹചര്യം. അപ്പോൾ മനസ്സിലായി ഗർഭിണിയായി എന്നുള്ള ഉറപ്പായി, ഗർഭം ധരിച്ചു എന്ന് പൂർണ്ണമായി. അല്ലാഹു തആല അടുത്തപടിയായിട്ട് പറയുകയാണ്, അവൻ ലഘുവായ ഗർഭിണിയായിരുന്ന ഇവൾ ഈ ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായി ഇവൾ ഉറപ്പായി. അല്ലാഹു തആല പറയുന്നു, ഫലമ്മാ അഫ്ഖലത്, അവൾ ഗർഭിണിയായി എന്ന് ഉറപ്പായാൽ, സഖീല കെട്ടിയായി എന്ന് പറഞ്ഞാൽ ഉറപ്പായി സംഭവം. നേരത്തെ സംശയമായിരുന്നു. രണ്ടുപേരും പിന്നെ അടുത്ത ഡ്യൂട്ടി എന്താണ്? ഗർഭിണിയാകുമ്പോൾ രണ്ടുപേരും കൂടെ പതുക്കെ ഒരു കസേരയൊക്കെ എടുത്തിട്ട് മൂലയിൽ വന്നിരുന്നിട്ട് ചർച്ചയായിരിക്കും. എന്തൊരു കുട്ടിയായിരിക്കും, ആഗ്രഹം ഏതാ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ഇഷ്ടം ഏതാ, അതാ ചർച്ച അല്ലേ? ചർച്ച അതാണ്, ആൺകുട്ടിയാണ് പെൺകുട്ടി പറയും എനിക്ക് പെൺകുട്ടി മതി, ചുമ്മാ ആയിരിക്കും ചള്ളൽ കൊടുത്തിട്ട്. പക്ഷെ പെണ്ണിന് എന്തിനാണ്, ആൺകുട്ടിയല്ലേ നല്ലത്, ആൺകുട്ടിയല്ലേ നല്ലത്, അങ്ങനല്ലേ നിയത്ത്. ആണാണോ വേണ്ടത് പെണ്ണാണോ വേണ്ടത്, ഞാൻ ഇപ്പൊ ഹദീസ് ഓതിക്കേരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്, എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ആണ് പെണ്ണിന് തന്നെ പെണ്ണിനോട് ഇഷ്ടമില്ല. മെഡിക്കൽ കോളേജിലോ SATയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ പോയി പെണ്ണിന് അവളുടെ ഗർഭം എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് 2-3 ഒക്കെ ഓപ്പറേഷനായി, ഇനി അല്ല ഞാൻ നിർത്താൻ പാടില്ല, ഞങ്ങളുടെ ഇസ്ലാമിന്റെ നിയമമാണെന്നൊക്കെ പറഞ്ഞാൽ നഴ്സുമാർ പറയും അൺഹാപ്പി പേഷ്യന്റ്, നിനക്ക് ഇനിയും പെണ്ണായിരിക്കും വരുന്നത്, പ്രാവിയാ വിടുന്നത്, പ്രാവിട്ടാക്കൊണ്ട് വിടുക, നിനക്ക് സന്തോഷമില്ലാത്ത പെണ്ണിനോട്. ഈ പെണ്ണുങ്ങൾ തന്നെ ഇത്ര ക്രൂരത, അയ്യേ കഷ്ടം. സ്വന്തം ഇനത്തോട് തന്നെ ഇത്രയ്ക്കും ക്രൂരത കാണിക്കുന്ന പെണ്ണുങ്ങൾ. പക്ഷെ ഇസ്ലാം നല്ല മാനം അവർക്ക് നൽകിയിട്ടുണ്ട്, ഇസ്ലാം നല്ല സ്ഥാനം അവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പെണ്ണിനോട് വെറുപ്പ് കാണിക്കണ്ട, എങ്ങനെ ദുആ ചെയ്യണമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവളെ പ്രാപിക്കുമ്പോൾ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ശാരീരികമായി പ്രാപിക്കുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ ഇസ്ലാം നമുക്ക് ചില നിയമങ്ങളും വരമ്പുകളും നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇന്ന് കൂടുതൽ ഞങ്ങളൊക്കെ നിക്കാഹ്, ഈ തലാഖിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചില സഹോദരങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, വിവാഹം കഴിച്ചു കൊണ്ടുപോയി പെണ്ണിനെ കൊണ്ടുപോയി മഞ്ഞ കാസറ്റ് ഇട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് നികൃഷ്ടമായ മൃഗീയമായ നിലയിൽ എങ്ങനെയാണോ പാശ്ചാത്യന്മാർ ശാരീരികമായി ലൈംഗിക വേഴ്ച നടത്തുന്നത്, ആ കാടൻ സംസ്കാരം, കാടൻ സമ്പ്രദായം ഇന്ന് നമ്മുടെ യുവാക്കളിൽ കാണുന്നു. ആ കാരണത്താൽ കല്യാണം കഴിഞ്ഞ് 1 മാസം 2 മാസം 3 മാസം വരെയായ നവദമ്പതികൾ വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു, ചർച്ചയിലിരിക്കുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്ത്രീകളോട് സമീപിക്കേണ്ടത് മൃഗീയ രീതിയിലല്ല, മൃഗീയ പീഡനമല്ല. പാശ്ചാത്യന്മാരല്ല നമുക്ക് ലൈംഗിക വീഴ്ച നടത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തന്നത്. നീ നിന്റെ ഭാര്യയെ സമീപിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായ നിലയിൽ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും ഒരു ഗവേഷകനും ഒരു പാശ്ചാത്യനും ഒരു പൗരസ്ത്യനും പഠിപ്പിച്ചു തരാൻ കഴിയില്ല.
പരിപൂർണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. 1 മണിക്കൂർ കൊണ്ട് 11 ഭാര്യമാരോട് പോകാനുള്ള കഴിവ് അല്ലാഹുവിന്റെ റസൂൽ നൽകി. 1 മണിക്കൂർ കൊണ്ട് മിനൽ ലൈലി വന്നഹാരി. സഹാബാക്കളോട് ചോദിച്ചു, ഇത് ഭയങ്കരമാണല്ലോ, ഇത് എങ്ങനെ ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് 11 പേരോടൊക്കെ നബി തങ്ങൾ പോയത്? അപ്പൊ ഖത്താദ റളിയല്ലാഹു അൻഹു നബിയോട് പോയി ചോദ്യം നേരത്തെ ചോദിച്ചു വെച്ചിട്ട് കൊണ്ടായിരുന്നല്ലോ. അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞപ്പോ അത് ഞാൻ നബിയെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 30 പേരുടെ ഖുവത്ത് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് ഞാൻ കണ്ടു. 30 പേരുടെ ഖുവത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിൽ നമ്മുടെ ഖുവത്ത് എത്ര? 100 പേരുടെ ഖുവത്താ സ്വർഗ്ഗത്തില്. ഇപ്പൊ ഉപ്പമാരെ കൊളസ്ട്രോൾ കയറി ഇരിക്കല്ലേ, ഊതിയ അപ്പോഴേ താഴെ വീഴും. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ സ്വർഗത്തിലോ 100 പേരുടെ സ്ഥാനമാണ് ഒരാൾക്ക്, 100 പേരുടെ ശക്തി. ഒരു ഭാര്യയും ഒരു ഭർത്താവും ലൈംഗികമായി ബന്ധപ്പെട്ടാൽ അതിന്റെ ദൈർഘ്യം 1 വർഷം വരെയാണ്. 1 വർഷം വരെയാണ്. 1 വർഷം വരെ. അവിടുത്തെ രീതി അങ്ങനെയാണ്, ആസ്വദിക്കലാണ്, ആവശ്യം പൂർത്തീകരിക്കലല്ല. സ്വർഗത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പടച്ചവ നമുക്ക് നല്ല ഒരു വിരുന്ന് സൽക്കാരം നടത്തും. വയറ് നിറച്ച ആഹാരം, ദാഹം തീരെ നിനക്ക് കുടിക്കാനുള്ള വെള്ളം, ഇതേപോലെ നിനക്ക് ഹൂറിലീങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ഇതെല്ലാം അല്ലാഹു തന്നു മൊത്തം അങ്ങോട്ട് തീർക്കും. പിന്നെ ഒരിക്കലും ദാഹിക്കൂല, ഒരിക്കലും നിനക്ക് പിന്നെ വിശപ്പുണ്ടാവുകയില്ല. പിന്നെ ഭാര്യയുമായി, പെണ്ണുങ്ങളുമായി, സ്ത്രീകളുമായി ബന്ധപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയില്ല. എല്ലാം ആ ഒരൊറ്റ ബന്ധപ്പെടലിലൂടെ, ആ ഒരൊറ്റ ചർച്ചയിലൂടെ, ആ ഒരൊറ്റ സദ്യയിലൂടെ എല്ലാം അല്ലാഹു തആല പൂർത്തിയാക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ കൊണ്ടുവരും. മരണത്തെ കൊണ്ടുവരും. ഒരു മരണം എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമ്മളെയൊക്കെ മരിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ആടിന്റെ രൂപത്തിലാണെന്നാ കൊണ്ടുവരുന്നപ്പെടുന്ന ഹദീസിൽ കാണാം. ഒരാടിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന് ആ മരണത്തെ അങ്ങ് അറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ മരണത്തെ അങ്ങ് മരിപ്പിച്ച് പിന്നെ പിന്നീട് മരണമില്ല. സ്വർഗവാസികളെ, നിങ്ങൾക്ക് ഇനി മരണമില്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. സ്വർഗത്തിൽ പോകുമ്പോൾ അപ്പൊ സഹാബാക്കളൊക്കെ ചോദിച്ചു, അപ്പൊ നമ്മൾ ഇനി അവിടുത്തെ ചാപ്പാടൊക്കെ എന്ത് ചെയ്യും നബിയെ? അവിടെ ഈ വെള്ളവും ജ്യൂസും ഒക്കെ ഉണ്ടല്ലോ, ഹൂർലിങ്ങൾ ഓരോരുത്തർക്ക് 10,000 കണക്കിന് ഹൂർലിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ പിന്നെ എന്ത് ചെയ്യാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ കിഴിഞ്ഞു ചോദിക്കും. നമുക്ക് ചോദിക്കാൻ അവസരം കൊടുക്കാത്തതുകൊണ്ടാ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം എന്നുള്ളത് നമുക്ക് ആസ്വദിക്കാനാണ്, സുഖിക്കാനാണ്, രസമാണ്. നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനല്ല, ആവശ്യമെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു, എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ഭക്ഷണം ആവശ്യമില്ല എങ്കിൽ നിനക്ക് വിശക്കില്ല. പക്ഷെ നീ എത്ര ഭക്ഷണം കഴിച്ചാലും നിന്റെ വയറ് നിറയുകയില്ല. നീ എത്ര ജ്യൂസ് കുടിച്ചാലും നിനക്ക് അത് മതിയാവുകയുമില്ല. നീ എത്ര ഭാര്യമാരുമായി, ഹൂറലിങ്ങളുമായി ശാരീരികമായി ബന്ധപ്പെട്ടാലും നിനക്ക് ഒരു വിറയലോ, ഒരു അസ്വസ്ഥതയോ, ഒരു ബലഹീനതയോ ഒന്നും നിനക്കുണ്ടാവില്ല. എന്തുകൊണ്ട്? സ്വർഗത്തിൽ ഒരാൾക്കുള്ള ശക്തി അല്ലാഹു തആല നൽകിയത് 100 പേരുടെ ശക്തിയാണ് സ്വർഗത്തിൽ അല്ലാഹു തആല നൽകിയത് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹ് മാഷാ അല്ലാഹ്, സ്വർഗ്ഗത്തിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഭാര്യമാരോട് ഏത് നിലയ്ക്കാണോ അവർ സമീപിച്ചത്, ആ ഒരു സമീപന രീതി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ ഒരു വഴിയിലൂടെ മാത്രമേ നമ്മൾ നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെടാവൂ. എല്ലാരും പറയും ഖുർആനിലുണ്ടല്ലോ, സ്ത്രീകള് കൃഷി സ്ഥലമാണ്, ഇഷ്ടമുള്ളതുപോലെ കൃഷി ചെയ്യാം. ഇന്ന് മറ്റുള്ളവരും എടുത്തു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും വഖദ്ദിമൂ ലിഅൻഫുസികും വത്തഖുല്ലാഹ വഅലമൂ അന്നകും മുലാഖൂഹു വബശ്ശിരിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്തുൽ ബഖറയിലൂടെ, സ്ത്രീകൾ നിങ്ങൾക്ക് കൃഷിസ്ഥലമാണ്. ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും,
നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾ ബന്ധപ്പെട്ടുകൊള്ളുക എന്ന് പറയാൻ, നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധാന്യമണികളൊക്കെ, വിത്തുകളൊക്കെ നിങ്ങൾക്ക് വിളവിള ചെയ്യാം എന്നർത്ഥം. ഈ ആയത്ത് പിടിച്ചിട്ടാണ് മറ്റേ കാസറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടിട്ട് ഇവിടുത്തെ കൊച്ചിനെയും കെട്ടിക്കൊണ്ട് പോയിട്ട് ഖുർആൻ ആയത്ത് അവ അമൽ ചെയ്യാൻ പോണ കണ്ടില്ല. ഈ കാസറ്റ് കണ്ടിട്ട് പാശ്ചാത്യന്മാര് തൊടുത്തുവിട്ട ഈ ഒരു നികൃഷ്ടമായ ഏർപ്പാടുകൾ മുസ്ലിം സമുദായമേ നമുക്കത് അംഗീകരിക്കാവുന്നതല്ലാതെ, അത് മൃഗത്തിന്റെ പണിയാണത്, അത് മൃഗീയതയാണത്, അത് സംസ്കാര ശൂന്യരുടെ പണിയാണത്. നമുക്ക് നമ്മുടെ ഭാര്യമാരുമായി നല്ല നിലയിൽ ബന്ധപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും വഴികളും പരിശുദ്ധ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പോകാത്തതിനും പഠിക്കാത്തതിനും ആരുടെ കുഴപ്പമാണ്? അതുകൊണ്ട് നിസാഉക്കും ഹർസുല്ലക്കും എന്ന് പറയുന്നതിന് മുമ്പ് സ്ത്രീകളുമായുള്ള ബന്ധപ്പെടൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് ഒരു ഇബാദത്താണ്. സ്ത്രീകളുമായുള്ള ശാരീരിക ബന്ധം ഇബാദത്താണ്, സദഖയാണ്. സദഖ 2 രൂപ ബക്കറ്റിയിടെന്ന് പറയുമ്പോൾ വലിയ പാടാണ്, നമുക്ക് പിടിക്കും പോക്കറ്റില്. ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞാൽ ഇഷ്ടം പോലെ പ്രാവശ്യം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എങ്കിലും നിങ്ങൾ കരുതുന്നുണ്ടോ ഭാര്യമാരുമായി നിങ്ങൾ ബന്ധപ്പെടുന്ന ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ സമയവും ഹാദിഹി സദഖത്തുൻ? അബീ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ബുൾഇ അഹദികും സദഖ. നിങ്ങളുടെ ഭാര്യമാരുടെ മാംസക്കട്ടയിൽ സദഖയുണ്ട്. ഭാര്യമാരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നത് സദഖയാണ്, ധർമ്മമാണ്, ധർമ്മമാണ്. ഖാലു, സഹാബാക്കൾ ഇത് കേട്ട മാത്രയിൽ ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ് അയഅതി അഹദുനാ ശഹവതഹു അയകൂന ലഹു അജ്റുൻ? നബിയേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശാരീരിക ഇച്ഛയെ, ആ മോഹത്തെ ഞങ്ങൾ ദഹിപ്പിക്കുന്നതിന് വേണ്ടി, ആ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങളുടെ ഭാര്യയെ സമീപിക്കുമ്പോ അതിനും ഒരു കൂലിയുണ്ടോ നബിയേ? സഹാബാക്കൾ ചോദിച്ചു. നമ്മൾ ഇന്ന് വരെ തിരക്കിയിട്ടുണ്ടോ? പെണ്ണ് കെട്ടുന്നത് ലൈംഗിക ബന്ധത്തിനാണെന്ന് പഠിച്ചിരിക്കുക നമ്മളൊക്കെ. കല്യാണം കഴിക്കണം അതിനാണ്, അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞില്ല. ഭാര്യമാരുമായി ബന്ധപ്പെടൽ സ്വതക്ക. അല്ലാഹു അക്ബർ. ഓരോ നിമിഷവും, ഓരോ നേരവും, ഓരോ സമയവും സദഖ. സഹാബാക്കൾ അത്ഭുതം, ഇത് സദഖയോ നബിയേ? നമ്മുടെ ശഹവത്ത്, നമ്മുടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഭാര്യമാരുമായി ബന്ധപ്പെടലാണല്ലോ. ഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോ പ്രവാചകൻ ഒന്നുകൂടി വിവരിച്ചു കൊടുത്തു. അറഅയ്തും ലൗ വളഅ ഫിൽ ഹറാം, ലൗ വളഅ അഹദുകും ഫിൽ ഹറാമി അയകൂന ലഹു വിസ്റുൻ. നീ നിന്റെ ഇന്ദ്രിയത്തുള്ളി ഹറാമായ ഒരു ഗർഭപാത്രത്തിലേക്ക് കൊണ്ട് ഇറ്റിച്ചാൽ അതിന്റെ പേരിൽ നിനക്ക് ശിക്ഷയുണ്ടോ എന്ന് പ്രവാചകൻ സഹാബാക്കളോട് ചോദിച്ചപ്പോ സഹാബാക്കൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട്. ഹറാമിൽ പോയിട്ട് നീ വ്യഭിചരിച്ചാൽ അതിന്റെ പേരിൽ നിനക്ക് ശിക്ഷയുണ്ടോ? ഉണ്ട്. എങ്കിൽ ലൗ വളഅ അഹദുകും ഫിൽ ഹലാലി കാന ലഹു അജ്റുൻ. ഹലാലായ മാർഗത്തിലൂടെ തന്റെ ഭാര്യയെ സമീപിച്ചാൽ അതിന് കൂലിയുണ്ട്, അത് സദഖയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് സദഖ, ധർമ്മമാണ്. രണ്ടാമത്തെ പടി, ഭാര്യയുമായുള്ള ബന്ധം ഇബാദത്താണ്, ആരാധനയാണ്, ഇബാദത്താണ്. അതുകൊണ്ടാണ് ഓരോന്നിലും നമ്മൾ ഇബാദത്ത് നമസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ അലസമായിട്ട് നമ്മൾ കയറി പോകുമോ സുഹൃത്തുക്കളെ? ഖുർആൻ ഓതുമ്പോ നമ്മൾ അലസമായിട്ട് ഖുർആൻ ഓതുമോ? നമ്മൾ സദഖ ചെയ്യുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഭാര്യ വലിച്ചെറിയുമോ? ഭാര്യയുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അലൈക്കും ബിൽ വഖാർ, അലൈക്കും ബിൽ വഖാർ. എല്ലാ നിലയ്ക്കും നിനക്ക് നല്ല ഗർവോടുകൂടി
ഭയഭക്തിയോടുകൂടി ആദരവോടുകൂടി മാത്രമേ നീ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടുള്ളൂ. കാരണം അതൊരു ഇബാദത്താണ്. എപ്പോൾ ഫൽ അൽ ജിമാഉ ഇബാദ യകൂനു ഇബാദതൻ ഇദാ നവാ ബിഹി ഖളാഅ ഹഖ്ഖി സൗജതി. തന്റെ ഭാര്യയോടുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കണമെന്ന നീയത്തോടുകൂടി നീ നിന്റെ ഭാര്യയെ സമീപിച്ചാൽ അത് ഇബാദത്താണ്, ആരാധനയുടെ ഭാഗമാണ്. ഇദാ നവാബി, അവൻ നേർച്ച ചെയ്യുന്നു, നിയത്ത് ചെയ്യുന്നു, അവന്റെ നിയത്തതാണ്. ഇദാ നവാബി ഖളാഅ ഹഖ്ഖി സൗജതി, തന്റെ ഭാര്യയോടുള്ള കടപ്പാട് എനിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്, ആ ഹക്ക് ഞാൻ നിറവേറ്റേണ്ടതുണ്ട്, അതുകൊണ്ട് എന്റെ ഭാര്യയുമായി ഞാൻ ബന്ധപ്പെടുന്നു എന്ന നിയത്തോടു കൂടി അവളെ നീ സമീപിച്ചാൽ യകൂനു ഇബാദത്തൻ, അത് ഇബാദത്തായി മാറും. ഔ മുആശറതൻ ബിൽ മഅറൂഫ് അല്ലദി അമറ അല്ലാഹു തആല ബിഹി, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കൽപ്പിച്ച പ്രകാരം ഒരു ഭാര്യയുമായി ഏത് നിലയ്ക്ക് നീ ബന്ധപ്പെടണമെന്ന്, ശാരീരികമായി ബന്ധപ്പെടണമെന്ന്, മാനസികമായി അടുക്കണമെന്ന് പരിശുദ്ധ പ്രവാചകനും അല്ലാഹുവും പഠിപ്പിച്ച് തന്ന വഴികളെ സ്വീകരിച്ചുകൊണ്ട് അവളുമായി ബന്ധപ്പെടാൻ നീ ആഗ്രഹിച്ചാൽ അതും ഇബാദത്തിന്റെ ഭാഗമാണ്. ഔ തലബ വലദിൻ സാലിഹിൻ, സാലിഹായ ഒരു കുട്ടിയെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ശാരീരിക ബന്ധമാണെങ്കിൽ യകൂനു ഇബാദത്തൻ, അത് ആരാധനയുടെ ഭാഗമാണ്. ഔ തലബ വലദിൻ സാലിഹിൻ, ഒരു കുഞ്ഞു പോരാ, സാലിഹായ സന്താനം വേണം. ഞാൻ വരുന്നുണ്ട്, അങ്ങോട്ട് പിറകിലോട്ട് വരുന്നുണ്ട്. ഔ ഇഅഫാഫ നഫ്സിഹി, തന്റെ ശരീരത്തെ സംശുദ്ധീകരിക്കാൻ, പരിശുദ്ധിപ്പെടുത്താനാണ് ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ യകൂനു ഇബാദത്തൻ, അത് ആരാധനയുടെ ഭാഗമാണ്. ഔ ഇഅഫാഫ സൗജതി, ഭാര്യയുടെ ഇച്ഛ പൂർത്തീകരിക്കാൻ, അവൾ പരിശുദ്ധിയാവാൻ, അവൾ പതിവ്രതയാകാൻ, അവൾ ചാരിത്ര്യബോധമുള്ളവളായി തീരാൻ, അതിനുവേണ്ടിയാണ് ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ യകൂനു ഇബാദത്തൻ, ആ ബന്ധം ആരാധനയുടെ ഭാഗമാണ്. ومنعهما من النظر إلى الحرام, ഹറാമായ ഭാഗത്തേക്ക് നോക്കുന്നതിൽ നിന്ന്, ഹറാമായ പെണ്ണിനെ നോക്കുന്നതിൽ നിന്ന്, ഹറാമായ പുരുഷന്മാരെ നോക്കുന്നതിൽ നിന്ന് തടയിടാനാണ്, തിരശീലയിടാനാണ് ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എന്ന നിയ്യത്ത് നീ കരുതിയാൽ യകൂനു ഇബാദത്തൻ, അത് ആരാധനയുടെ ഭാഗമാണ്. ഫ്രീ ആയിട്ട് ഇബാദത്ത് കിട്ടുക, നോക്കണേ. അവിൽ ഫിക്രി ബിഹി, ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട്, ഏതെങ്കിലും ഒരു ചെറുക്കനെ കണ്ട് വീട്ടിൽ പോയിട്ട് ഉറക്കം വരുന്നില്ല, ചിന്ത. അവിൽ ഹമ്മി ബിഹി, അതിനെ കുറിച്ചൊരു വെപ്രാളവും ഒരു വല്ലാത്ത ഒരു മൂടാപ്പും എന്തോ ഒരു വല്ലാത്ത ഒരു അവസ്ഥയും ഒക്കെയായി ഇങ്ങനെ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നു. ഇതിൽ നിന്ന് ഒഴിവായി തന്റെ ഇച്ഛയെ അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനും അതിൽ നിന്നെല്ലാം പരിശുദ്ധിപ്പെടുത്താനും വേണ്ടി ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് നീ നിയത്ത് ചെയ്താൽ യകൂനു ഇബാദത്തൻ, ആ ജിമാഅ്, ആ ശാരീരിക ബന്ധം ആരാധനയുടെ ഭാഗമായി മാറും. മനസ്സിലായോ? ഇതാണ് ജിമാഅ് ചെയ്യുമ്പോൾ, ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ നാം കരുതേണ്ട നിയത്ത്. അതല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ നിയത്ത് കരുതിക്കൊണ്ട് നമ്മൾ ഭാര്യയുമായി സമീപിക്കാൻ പാടില്ല. ഭാര്യയെ സമീപിക്കുമ്പോൾ നിന്റെ ഭാര്യയുമായി വർഷങ്ങളായി കല്യാണം കഴിച്ച് 1-2-3 വർഷമൊക്കെ നല്ല ഉഷാറായിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുമ്പോ നമ്മുടെ ഭാര്യ പഴയ ഭാര്യയായി. പിന്നെ റോഡിൽ കൂടെ പോകുമ്പോ ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണിനെ കാണും. പിന്നെ ഇവൻ ഈ ഭാര്യയുമായി ഇവൻ ബന്ധപ്പെടുമ്പോൾ ഇവന് വേണ്ടത്ര ഒരു അനുഭൂതിയോ ഒരു ആഗ്രഹമോ ആവേശമോ ഉണ്ടാവുകയില്ല. അങ്ങനെ ആവേശം ഉണ്ടാകാതിരിക്കുമ്പോൾ ഇവൻ 4 മണിക്ക് സ്കൂളിൽ പോയപ്പോൾ പോയ പെണ്ണിനെ ഇവന്റെ മനസ്സിൽ കൊണ്ടുവരുന്നു ഇവൻ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ. എങ്കിലോ യുഹ്റമു ലിർറജുലി അൻ യഅതിയ അഹ്ലഹു വജഅല ബൈന تلك المرأة التي رآها هذا نوع من أنواع الزنا. ഒരു പുരുഷനെ അപേക്ഷിച്ചിടത്തോളം ഹറാമായ കാര്യമാണ്. അതേപോലെ സ്ത്രീകളെയും അപേക്ഷിച്ചിടത്തോളം ഹറാമായ കാര്യമാണ്. തന്റെ ഭർത്താവ് തന്റെ ഭാര്യ അടുക്കലേക്ക് അവൻ പോകുമ്പോൾ, അതല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് അവൾ പോകുമ്പോൾ വജഅല ബൈന ഐനൈഹി
അവന്റെ രണ്ട് കണ്ണിന്റെയും ഇടയിൽ അവന്റെ മനോമുഖരത്തിൽ അവൻ കൊണ്ടുവരിക ഒരു പെണ്ണിനെ. ആ പെണ്ണിനെ, ഏത് പെണ്ണിനെ? അവൻ കണ്ടല്ലോ, വഴിയിൽ വെച്ച് കണ്ട പെണ്ണ്, ഹോസ്പിറ്റലിന്റെ സൈഡിൽ വെച്ച് കണ്ട പെണ്ണ്, കോളേജ് ക്യാമ്പസിൽ വെച്ച് കണ്ട പെണ്ണ്, ബസ്സിൽ പോയപ്പോ കണ്ട പെണ്ണ്, ബസ് കയറാൻ നിന്നപ്പോ കണ്ട പെണ്ണ്. ഈ പെണ്ണിന്റെ ആ ഒരു ആകാര സൗഷ്ഠവം, ആ ഒരു രംഗം ഇവന്റെ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഇവൻ മനോമുഖരത്തിൽ കൊണ്ടുവന്നാൽ ഇത് വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. നമ്മുടെ ഭാര്യയായിട്ടാ ബന്ധപ്പെടുന്നത്, പക്ഷെ ചിന്ത എവിടാ? റിമോട്ട് കൺട്രോൾ വേറെയാണ്. പോയി, സംഭവം പോയി. ഒരു പെണ്ണിനെ നമ്മൾ നോക്കിയാൽ, ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ നമ്മൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ പെണ്ണിന്റെ വടിവം, അവളുടെ ആകാര സൗഷ്ഠവം, അവളുടെ സൗന്ദര്യം നിന്റെ ഹൃദയത്തിൽ പിശാചി അത് വരച്ചിങ്ങനെ ഇടും. ഒരു ഉണ്ട കണ്ണി, ഒരു ഉരുണ്ട മുഖം, ആ ചുണ്ട്, എന്റെ അമ്മോ എന്ത് രസം. മാറൂല, 5-6 ദിവസമായാലും മനസ്സിൽ നിന്ന് മാറൂല. പിശാചിന്റെ ജോലിയാണല്ലോ അത് വരയ്ക്കും, ഇങ്ങനെ നിന്റെ ഹൃദയത്തിൽ വരയ്ക്കും. നീ വിവാഹം കഴിച്ചവനായിരിക്കും, ആ പെണ്ണിനെ നീ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധം പുലർത്തിയാൽ അത് സിനായുടെ ഭാഗമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടം വരെ സൂക്ഷിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഭാഗം വരെ നമ്മൾ ശ്രദ്ധിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാ, ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ട് മേഞ്ഞോ, നടക്കില്ല. അത് ഇസ്ലാം അതിന് നിയമങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇബാദത്താണ്, ഇബാദത്തായ കാര്യം. നമസ്കരിക്കുമ്പോൾ നമ്മൾ കൈകെട്ടിട്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യവും റബ്ബർ ഷീറ്റിന്റെ കാര്യവും പലചരക്കുകളുടെ കാര്യവും ഒക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിന് ഒരു കമാലിയത്ത് ഉണ്ടാകുമോ, പൂർത്തീകരണം ഉണ്ടാകുമോ? അള്ളാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യുകയല്ലേ നമ്മൾ, പടച്ചവനെ ആരാധിക്കുകയല്ലേ. പടച്ചവനെ ഇബാദത്ത് എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലുള്ള ചിന്തകൾ നമസ്കാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിന് ഒരു കബൂലിയത്തോ ഒരു കമാലിയത്തോ ഉണ്ടാവുകയില്ല. അള്ളാഹു എല്ലാം കബൂലാക്കുമാറാകട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ശാരീരികമായുള്ള ബന്ധം ഇബാദത്താണെങ്കിൽ മറ്റുള്ള സ്ത്രീകളെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കണം, ഇല്ലെങ്കിൽ അത് സിനായുടെ ഭാഗമായി പോകും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഇവിടെ അവതരിപ്പിച്ച സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ മേഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹുവിടെ പറഞ്ഞത് ഈ ആയത്ത് ഇറങ്ങാൻ പല പശ്ചാത്തലങ്ങളും സഹാബാക്കൾ ഹദീസിൽ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. പല പശ്ചാത്തലങ്ങളുമുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, إن الرجل إذا أتى أهله وهي مجبية جاء ولده أحولا كذا قالت اليهود. ജൂതന്മാരും നസ്രാണികളും യഹൂദികൾ പറഞ്ഞു പരത്തി മുസ്ലിങ്ങൾ അടുത്ത് പോയിട്ട് ഇന്നർ റജുല ഇദാ അതാ അഹ്ലഹു വഹിയ മുജബ്ബിയത്തുൻ കാൻ ജാഅ വലദുഹു വഹവല. നിന്റെ ഭാര്യ പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ ഭാര്യയുടെ പിൻഭാഗത്തുകൂടി നീ ശാരീരിക ബന്ധം പുലർത്തിയാൽ ജാഅ വലദുഹു അഹ്വല, അതിലൂടെ വരുന്ന സന്താനം കോങ്കണ്ണുള്ള സന്താനമായിരിക്കും പറഞ്ഞു വരുത്തി ജൂതന്മാര്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നൽ യഹൂദ ഖാലൂ ലിൽ മുസ്ലിമീന മൻ അതാ ഇംറാതൻ വഹിയ മുദ്ബിറത്തുൻ ജാഅൽ വലദു അഹ്വല. മുസ്ലിമീങ്ങളെ പോയി ഇടങ്ങേറാക്കാൻ വേണ്ടി ജൂതന്മാര് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യമാരുടെ പിൻഭാഗത്തുകൂടി നിങ്ങൾ പ്രവേശിച്ചാൽ തീർച്ച അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ കോങ്കണ്ണന്മാരായിരിക്കും. കോങ്കണ്ണന്മാരോ കോങ്കണ്ണികളോ. അപ്പൊ ഈ കോങ്കണ്ണികളൊക്കെ അങ്ങനെ ആണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ പറഞ്ഞു തീരുമ്പോൾ മനസ്സിലാക്കാവും. വേണമെങ്കിൽ എടാ ഉസ്താദ് പറഞ്ഞ പോലെ അങ്ങനെ ധരിച്ചേക്കല്ലേ പഠിച്ചവരെ.
അങ്ങനെ അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. അത് എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്, അത് നബി അങ്ങനെ തിരുത്തി, അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഹിയ മുദ്ബിറത്തുൻ മുജബ്ബിയത്തുൻ എന്നൊക്കെ പറഞ്ഞാൽ പിന്തിരിഞ്ഞു നിൽക്കുക ഭാര്യമാർ, പ്രത്യേകിച്ച് ഭാര്യ എന്നുള്ള സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ പിറകിൽ നിൽക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഇന്നൽ മർഅത തുഖ്ബിലു ഫീ സൂറത്തി ശൈത്താൻ വതുദ്ബിറു ഫീ സൂറത്തി ശൈത്താൻ. ചെറുപ്പക്കാരെ എന്നെ ചിരിപ്പിക്കാൻ പറഞ്ഞിങ്ങനെ പോവുകയാണ്. ഞാനും ചിരിച്ചു പോയി, ആകെ ഇടങ്ങേറായി പോയി. നിങ്ങൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ റൂട്ട് മാറ്റിക്കളയും. വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. നിങ്ങളിട്ട് എന്നെ ചിരിപ്പിച്ചാൽ ഞാൻ ചിരിച്ചു. ഇന്നൽ മർഅത തുഖ്ബിലു ഫീ സൂറത്തി ശൈത്താൻ. സ്ത്രീ അവൾ നമ്മളുടെ അഭിമുഖീകരിച്ചു വരുമ്പോൾ അത് പിശാചിന്റെ രൂപത്തിലായിരിക്കും വരിക. എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരഭാഗങ്ങളും അവയവങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു അനുഭൂതി അനുഭവപ്പെടും. പിശാച് മൂപ്പില വലിയ ശൈത്താനല്ലേ പഹയൻ. ആഖിറത്തിലും കാണുമ്പോൾ ആദ്യം ഇവനെ കിട്ടി നമുക്ക് 2 അടി കൊടുക്കണം. നമ്മളെ മുഴുവൻ ഇടങ്ങേറിലാക്കണം അവരെ പിടിച്ച്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നമുക്കൊന്ന് തോന്നിപ്പോന്ന് നോക്കാൻ. ഇനി വേണ്ട, മറിച്ച് തിരിച്ചു പോയാലോ, മടങ്ങി തിരിഞ്ഞു പോയാലോ അവളുടെ പൃഷ്ഠഭാഗം കാണിച്ചുകൊണ്ട് പിശാച് നമ്മളെ വല്ലാണ്ട് ആകർഷിച്ചു കളയും. അതും അപ്പോൾ അത് പിശാചിന്റെ ഒരു ഭാഗമാണത്. അതാണല്ലോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 പെൺകുട്ടികൾ വന്ന് വെള്ളം കോരാതെ അങ്ങനെ സൈഡിൽ മാറി നിന്നപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് ഞാൻ കോരി തരാന്ന് പറഞ്ഞ് വെള്ളം എല്ലാം കോരി കൊടുത്ത് നിങ്ങൾ പോയിക്കോ നിങ്ങൾ അവിടം വരെ കൊണ്ടാക്കാന്ന് പറഞ്ഞ് അവരിങ്ങനെ ആദ്യം നടന്നു. മൂസാ നബി പിറകെ നടന്നു. പെണ്ണുങ്ങളുടെ പിറകെ നടന്ന ശരിയാവൂല എന്ന് മനസ്സിലാക്കി കൈയടിച്ച് പെണ്ണെ അവിടെ നില്ല ഞാൻ ഫ്രണ്ടിൽ പോവാ, നീ ബാക്കി വാ. നമ്മളാണെങ്കിൽ നീ മുന്നിൽ പോയി ഞാൻ പറയും വരാൻ. അങ്ങനുണ്ട്. അവളുടെ ബാക്ക് ഭാഗങ്ങളോ അല്ലെങ്കിൽ പിൻഭാഗങ്ങളോ കാണുമ്പോൾ ഇവന് എന്തെന്നില്ലാത്ത ഒരു ആവേശം ഉണ്ടായി. അതൊരു മലാലിയത്തിലേക്ക് പോയി, സിനായിലേക്ക് പോയി വീഴുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പുറകിലാക്കിയിട്ട് ഇദ്ദേഹം ഫ്രണ്ടിലായത്. നമ്മൾ ബസ്സിൽ കയറിയാലും മുമ്പിൽ പോകൂല, പുറകിലേക്കുള്ളൂ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഇറങ്ങി പുറപ്പെട്ടു റോഡിലൂടെ പോയി ഈ പിശാചിന്റെ സൂറത്തിൽ ഒരു പെണ്ണിനെ നിങ്ങൾ കണ്ടാൽ, ഇങ്ങനത്തെ രൂപത്തിൽ പെണ്ണിനെ കണ്ടാൽ, നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് ഇതല്ല. ഇങ്ങനെയാണ് സ്ത്രീകളുടെ വരവും പോക്കും ഒക്കെ, അങ്ങനെ ഉള്ള പോക്ക്. അപ്പൊ തുഖ്ബിലു ഫീ സൂറത്തി ശൈത്താൻ വതുദ്ബിറു ഫീ സൂറത്തി ശൈത്താൻ. ഇദാ റആ അഹദുകും ഇംറഅതൻ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടാൽ, തുഅ്ജിബുഹു, അവനെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പെണ്ണിനെ അവൻ കണ്ടാൽ, ഫൽയഖും ഇലാ അഹ്ലിഹി, അവന്റെ ഭാര്യയുടെ അരികിലേക്ക് അവൻ എഴുന്നേറ്റ് പോകട്ടെ. ഇവൻ കണ്ട പെണ്ണിന്റെ അടുക്കലുള്ള അതേ സാധനമാണ് നിന്റെ ഭാര്യയുടെയും അടുക്കലുള്ളത്. കമാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. ഇങ്ങനെ അകത്ത് കയറി ഇരുന്ന് ഹദീസിന്റെ കിതാബ് ഇരുന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നാളെ ഒരാളെങ്കിലും എനിക്കെങ്കിലും ഒന്ന് ഇതിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടില്ല. ബഹുമാനമുള്ള സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ റോഡിലൂടെ നടന്നു പോവാ. ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടു. അവള് നബിയുടെ നോട്ടത്തിൽ നബിയെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. ഇത് കണ്ടപ്പോ വലിയ സൗന്ദര്യം തോന്നിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടാവുകയില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബി തങ്ങളിൽ മഹത്തായ മാതൃകയാണ്. ഇന്ന് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ കടിഞ്ഞാൺ പ്രവാചകന്റെ കൈകളിലാണ്. അതുകൊണ്ടൊരു മുസ്ലിമായ സഹോദരനോ സഹോദരിയോ ഏത് നിലയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതെന്ന് പ്രവാചകനിലൂടെ അള്ളാഹു ഇവിടെ വരച്ച് കാണിച്ചു തരികയാണ് ലക്ഷ്യം. അല്ലാതെ പെണ്ണുങ്ങളെ കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് ആഗ്രഹം തോന്നിയെന്നല്ല, അങ്ങനെ കരുതരുത്. അദബുകേടാണത്, അങ്ങനെ കരുതരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പോയപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് റോഡിലൂടെ പോകുമ്പോൾ പെണ്ണിനെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാകില്ലേ? അങ്ങനെ ഉണ്ടായാൽ എന്താണ് പോകാൻ വഴി? അത് പഠിപ്പിക്കാൻ അല്ലാഹു പഠിപ്പിച്ച വഴിയാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ജയിച്ച വഴിയാണ്. അതല്ല നബി നമ്മൾ പോയപ്പോ അങ്ങനെ കണ്ടോ, അയാൾ എന്തിനാ നബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ ചിന്താപ വിളിക്കാൻ നിൽക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തർബിയത്ത് പഠിപ്പിക്കാൻ നബിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു, ആശ്ചര്യപ്പെട്ടു. ബഹുമാനപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ വന്നു. സൗദാ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ വഹിയ തസ്നഉ തീബൻ, അവൾ കൂട്ടുകാരികളുമായി അത്തർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പോ ഇല്ല ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 19 ദിവസം ലീവൊക്കെ എടുത്ത് പുറത്തൊക്കെ പോയി ഭാര്യയുമായി ബന്ധപ്പെടാൻ ചെല്ലുമ്പോ ഈ പിള്ളേർ ഇങ്ങനെ കിടന്ന് ദിക്റും ചൊല്ലിക്കൊണ്ട് കിടന്നാൽ നമുക്ക് വലിയ ഇടങ്ങേറാണ്. നമ്മളിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു അല്ല പറയാൻ പറ്റും, മക്കളെ പോയി കളിയടാക്കള, എന്നാ ബിസ്ക്കറ്റ് നാടാ പോയി കളിയടാ. ഇല്ല, ഞാൻ വാപ്പിച്ചിയുടെ കൂടെ ഇരിക്കത്തുള്ളൂ. ഇടങ്ങേറായി ഇത്രയും നാളെ കാണാതിരുന്നല്ലേ. അവന് വാപ്പിച്ചിയുടെ വിട്ടുപോലെ ഇവനാണെങ്കിൽ ഒരുപാട് ആവേശമായിട്ട് അവിടെ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ എന്താ ചെയ്യാ? രാവിലെ ഫ്ലൈറ്റിൽ ഇറങ്ങി ഇവിടെ വന്ന് രാവിലെ 10 മണിക്ക് വന്ന് ഇനി രാത്രി വരെ നോക്കിയിരിക്കാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെയുള്ള വല്ലാത്ത ഒരു ആവേശം. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ സൗദാ ബീവിയും കൂട്ടരും എല്ലാം കൂടെ അത്തർ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സൗദാ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. നബി തങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. അവരെയൊക്കെ സൗദായെ ഒറ്റക്കാക്കി. നമ്മൾ അങ്ങനെ ചെയ്യണം. അത് നമുക്ക് നമ്മുടെ ഭാഗമാണ്. നമ്മുടെയും നമ്മുടെ ഭാര്യമാരുടെ ഉള്ള ഉത്തരവാദിത്തമാണ്. നമ്മൾക്ക് അത്രയും ഒരു ആവേശത്തോടു കൂടി നമ്മൾ വരുമ്പോൾ നമ്മൾ ലജ്ജിച്ചു നിൽക്കേണ്ട കാര്യമല്ല. ഹറാമായിട്ടുള്ള ബന്ധമല്ലല്ലോ, ഹലാലായ ബന്ധമാണല്ലോ. ഒരു ചെറിയൊരു രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മുടെ ഭാര്യയെ വിളിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോകണം. അവരെല്ലാം കാലിയാക്കി, അവരെ ഒഴിവാക്കി, ഒറ്റയ്ക്ക് മുറിയിലേക്ക് കൊണ്ടുവന്നു. തന്റെ ആവശ്യം പൂർത്തീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് പറഞ്ഞു, അയ്യുമാ റജുലിൻ റആ ഇംറഅതൻ ഫഅഅജബതുഹു ഫൽയഅമദ് ഇലാ ഇംറഅതിഹി فليعمد إلى امرأته فليواقعها فإنها ما يرد في نفسه. നിങ്ങൾ ആരെങ്കിലും ഒരു പെണ്ണിനെ, അന്യ പെണ്ണിനെ കണ്ടാൽ, അന്യ സ്ത്രീയെ കണ്ടാൽ, അങ്ങനെ അവളിൽ വല്ലാത്ത ആവേശം നിനക്കുണ്ടായി, മോഹമുണ്ടായി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ അരികിലേക്ക് കടന്നു വരിക. അവളുമായി ശാരീരിക ബന്ധം ഏർപ്പെടുക. അങ്ങനെ ചെയ്താൽ നിന്റെ ഹൃദയത്തിനകത്തുള്ള, മനസ്സിനകത്തുള്ള ആ ഒരു അങ്കലാപ്പുണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടുമെന്ന് കമാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പെണ്ണ് കെട്ടാത്തവർ എന്ത് ചെയ്യും ഉസ്താദേ? പെണ്ണ് കെട്ടേണ്ട വയസ്സ് പറഞ്ഞുതരാം. അപ്പൊ തോന്നും, ഓഹോ അത് ശരി, അപ്പൊ പിന്നെ കെട്ടിയില്ലെങ്കിൽ ഇടങ്ങേറാവും. പറഞ്ഞു തരാം, സമയമാകുമ്പം പറഞ്ഞുതരാം. തർത്തീവായിട്ടേ പറയാം. കേട്ടോളി, മനസ്സിലാക്കി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇതപ്പോൾ ഇബാദത്തിന്റെ ഭാഗമാണ്, ആരാധനയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു പെണ്ണിനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അതേപോലെ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വരികയാണ്. ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ തിരിച്ചു വരികയാണ്. ഭാര്യയുടെ പിൻഭാഗത്തോടി ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ ജൂതന്മാര് മുസ്ലിമീങ്ങളോട് പറഞ്ഞടന്നു, നിങ്ങളുടെ മക്കളൊക്കെ കോളനായി പോകും. ഇത് സഹാബാക്കൾക്ക് അറിയണമല്ലോ. നേരെ എന്ത് ചെയ്തു? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീല ലഹു, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീല ലഹു, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഇന്നൽ യഹൂദ തഖൂൽ ഇദാ ഇന്നർ റജുല ഇദാ അതാ ഇംറഅതഹു വഹിയ മുജബ്ബാതൻ പിൻഭാഗത്തോടി മുദ്ബിറത്തുൻ മുജബ്ബിയത്തുൻ മുജബ്ബാതൻ എന്നെല്ലാ റിവായത്ത് വരുന്നുണ്ട്. നബിയെ, നമ്മൾ ആരെങ്കിലും നമ്മുടെ ഭാര്യമാരുടെ പിൻഭാഗത്തു കൂടി പ്രവേശിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന സന്താനങ്ങൾ കോങ്കണ്ണുള്ള സന്താനമായി പോകുമോ നബിയെ?
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, കദബത്തു യഹൂദ്, ജൂതന്മാര് കള്ളന്മാരാണ്, അവന്മാര് കള്ളം പറഞ്ഞതാണ്. പിന്നെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഫനസലത്ത്, ആയത്ത് ഇറങ്ങി, നിസാഉകും ഹർസുൽ ലക്കും ഫഅതൂ ഹർസകും അന്നാ ശിഅ്തും, സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്, നിങ്ങളുടെ വിളനിലത്തിൽ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കൊയ്തുകൊള്ളുക. ഐ നബി തങ്ങൾ വിശദീകരിച്ചു തരുന്നു, മുഖ്ബിലതൻ വമുദ്ബിറതൻ, മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും. വിശദീകരണം ഒന്നുകൂടെ, ഇദാ കാന ഫിൽ ഫർജ്, അത് ഗുഹ്യഭാഗത്തുകൂടെ ആയിരിക്കണം. അത് മുൻഭാഗത്തുകൂടെ ആയാലും ശരി, പിൻഭാഗത്തുകൂടെ ആയാലും ശരി. ഗുഹ്യഭാഗമല്ലാതെ മലദ്വാരത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സമീപിക്കാൻ പാടില്ല എന്ന് സാരം. മനസ്സിലായല്ലോ കാര്യം? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചില സഹോദരന്മാർ തന്റെ ഭാര്യയാണല്ലോ, നമ്മുടെ ഭാര്യയെ നമുക്ക് എങ്ങനെയും സമീപിക്കാമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഭാര്യയെ ഇന്ന് നമ്മൾ മലദ്വാരത്തിലൂടെ നമ്മൾ സമീപിക്കുന്നു എന്നാരെങ്കിലും കരുതിയാൽ അവന്റെ ശിക്ഷ എന്താണ്? അലന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൽഊനുൻ മൻ അതാ ഇംറഅതഹു ഫീ ദുബരിഹാ, മൽഊനുൻ, ശപിക്കപ്പെട്ടവനാണ്, ശാപം പേറിയവനാണ്. തന്റെ ഭാര്യയെ പിൻദ്വാരത്തിലൂടെ പ്രവേശിച്ചവൻ ശപിക്കപ്പെട്ടവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വീണ്ടും റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്, അല്ലാഹുക്ക് ഹഖ് പറയാൻ മടിയില്ല, ലജ്ജയില്ല. ലാ തഅതുൻ നിസാ ഫീ അദ്ബാരിഹിൻ, നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യമാരുടെ പിൻദ്വാരത്തിലൂടെ പ്രവേശിക്കല്ലേ. അല്ലാഹുക്ക് ഹഖ് പറയാൻ മടിയില്ല. ലാ തഅതുൻ നിസാ ഫീ അദ്ബാരിഹിന്ന. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലദീ യഅതി ഇംറഅതഹു ഫീ ദുബ്രിഹാ ലാ യൻളുറുല്ലാഹു ഇലൈഹി, ആരെങ്കിലും തന്റെ ഭാര്യമാരെ പിൻഭാഗത്തുകൂടി പ്രവേശിപ്പിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവനെ കടാക്ഷിക്കുകയില്ല. അവന് മാരകമായ ശിക്ഷയായിരിക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും. അവൻ സ്ത്രീകളെ ഇങ്ങടെ വിളനിലവാന്നും പറഞ്ഞിട്ട് പാശ്ചാത്യന്മാരെ കാസറ്റ് എടുത്തിട്ടുണ്ട് വന്നിട്ട് തോന്നിയാസം കാണിച്ചാല് ഇവള് പിന്നെ തലാക്കാക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? തോന്നിയാസം കാണിക്കാൻ പറ്റുമോ പെണ്ണുങ്ങളെ? കറാഹത്ത്, എന്ത് വിഡ്ഢിത്തരം, എന്ത് മോശമായ ശൈലി, മോശമായ രീതി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പേടിച്ച് വരണ്ട് ഓടി വരുന്ന ഒരു ഭാഗത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഉമർ ഇബ്നുൽ ഖത്താബ് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഇതൊക്കെ ഈ ഹദീസൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മൂപ്പിലനാകപ്പാട് പേടിച്ച് വരണ്ട് ഓടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഹലകതു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി നബിയേ, ഞാൻ നശിച്ചുപോയി നബിയേ. എന്താ നിന്നെ നശിപ്പിച്ചു കളഞ്ഞത്? ആരാ നിന്നെ നശിപ്പിച്ചത്? എങ്ങനെ നീ നശിച്ചു? കണ്ടോ, അവർക്കൊന്നും ലജ്ജയില്ല. നമ്മൾ ചെയ്തൊരു പക്ഷെ തെറ്റായി പോയെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണം. അതിനുവേണ്ടി ഇപ്പോഴേ അതിനുള്ള വഴി തിരക്കാണ്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് പറഞ്ഞ മറുപടി എന്നറിയോ? നബിയേ, ഇന്നലെ രാത്രി എന്റെ വാഹനം ഓടിച്ചത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻഭാഗത്തുകൂടെ ആയിരുന്നു ഞാൻ എന്റെ വാഹനം ഇന്നലെ ഓടിച്ചത്.
ഫലം യറുദ്ദ അലൈഹി ശൈആ, അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. മറുപടി പറയണം, നിയമം പറയട്ടെ, എങ്ങനെ പറയാൻ പറ്റും? പെട്ടെന്ന് നമ്മളൊക്കെ ആണെങ്കിൽ മുസ്ലിയാക്കന്മാരുടെ ഏത് മസലായും ചോദിച്ചു നോക്ക്, ഒറ്റ അടിക്ക് എല്ലാം അടിച്ച് പലിശ അത് ലാഭവിഹിതം തന്നെ പറയുന്നത്. എല്ലാം മസല ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കണം, അല്ലെങ്കിൽ ആലിമ്യങ്ങളോട് ചോദിക്കണം. അയ്യേ ഞാനങ്ങനെ ചിന്നക്കട ഇമാമ മറ്റൊരു ആലിമ്യങ്ങളോട് ചോദിക്കാൻ നാണക്കട ലജ്ജയല്ലേ ചോദിക്കുന്ന മറുപടി തന്നില്ലെങ്കിൽ അല്ലേ? നിസ്ഫുൽ ഇൽമി ലാദിരി, ലാദിരി എനിക്കറിയില്ല എന്ന് പറയുന്നത് ഇൽമിന്റെ പകുതി ഭാഗമാണെന്നാണ്. ആരെയും അറിയാമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആലിമ്യങ്ങളോട് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് നബി തങ്ങൾ മിണ്ടാതിരുന്നു. فأوحي إلى رسول الله صلى الله عليه وسلم, വഹി ഇറങ്ങി, നബി തങ്ങൾക്ക് വഹി ഇറങ്ങി. ഫനസലത്ത് ആയത്ത് ഇറങ്ങി. എന്ത്? നിസാഉകും ഹർസുൽ ലക്കും ഫഅതൂ ഹർസകും അന്നാ ശിഅ്തും, സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കൊയ്തുകൊള്ളുക. ഐ മുഖ്ബിലാത്തിൻ വമുദ്ബിറാത്തിൻ വമുസ്തൽഖിയാത്തിൻ വത്തഖിദ്ദുബ്റ വൽ ഹൈളത ഔ കമാ ഖാല റസൂലുള്ളാഹി. മലർത്തി കിടത്തിയോ, തിരിച്ചു കിടത്തിയോ, പിൻഭാഗത്തു കൂടിയോ, മലർത്തി കിടത്തിയോ, പിൻഭാഗത്തു കൂടിയോ, മുൻഭാഗത്തു കൂടിയോ, മലദ്വാരത്തെയും സൂക്ഷിക്കണം, വൽ ഹൈളത മെൻസസിന്റെ സമയവും നിങ്ങൾ സൂക്ഷിക്കണം. ഓ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സമാധാനായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തെറ്റല്ല കാണിച്ചത്. നമ്മൾ മനസ്സിലാക്കരുത്, പിൻഭാഗത്തോട് എന്ന് പറയുമ്പോൾ ഉമറുൽ ഫാറൂഖ് മലദ്വാരത്തിലൂടെ അല്ല, ഭാര്യയുടെ പിൻഭാഗത്തു കൂടി പ്രവേശിപ്പിച്ചു. പക്ഷെ അതിന് തെറ്റായി പോയോ എന്ന് ഇത് നബി തങ്ങളെ പറയുന്നത് കേട്ടപ്പോ പേടിച്ചു പോയി. അതൊന്ന് പശ്ചാത്തപിക്കുകയോ അതിന് പ്രായശ്ചിത്തം ചെയ്യുകയോ ചെയ്യണം എന്ന ആവേശത്തോടു കൂടി ആണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ഇദാ കാന ഫീ സിമാമിൻ വാഹിദ്, വാതിൽ ഒന്നേ ആകാവൂ, മുൻഭാഗത്തുകൂടെ ആകാം, പിൻഭാഗത്തുകൂടെ ആകാം, വാതിൽ ഒന്നേ ആകാം. ഫീ സിമാമിൻ വാഹിദ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഫലമ്മാ ഖദിമൽ മുഹാജിറൂന അലൽ അൻസാർ, മുഹാജിരികൾ മക്കക്കാർ അൻസാരികളുടെ അടുക്കലേക്ക് വന്നപ്പോൾ, ഹിജ്റ ചെയ്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് അവർ എത്തിയപ്പോൾ, തസവ്വജൂ മിൻ നിസാഇഹിം, അൻസാരികളായ സ്ത്രീകളെ അവർ വിവാഹം കഴിച്ചു. മക്കക്കാര് മദീനയിലേക്ക് വന്നപ്പോൾ അൻസാരികളായ സ്ത്രീകളെ അവർ വിവാഹം കഴിച്ചു. فأراد رجل أن يأتي امرأته على ذلك, ഒരു മുഹാജിറിൽപ്പെട്ട ഒരു സഹാബി ഈ അൻസാരി സ്ത്രീയിൽപ്പെട്ട ഒരു സ്ത്രീയോട് പിൻഭാഗത്തുകൂടി ബന്ധം പുലർത്താൻ വേണ്ടി ആഗ്രഹിച്ചു. അവള് സമ്മതിച്ചതുമില്ല. അൻസാരികളുടെ സ്വഭാവമാണ്, മദീനക്കാർക്കൊരു പ്രത്യേക സ്വഭാവവും മക്കക്കാർക്കൊരു പ്രത്യേക സ്വഭാവമാണ്. അവള് സമ്മതിച്ചില്ല, പറ്റൂല എന്ന് പറഞ്ഞു. അവര് നിർബന്ധിക്കുകയും ചെയ്തു, ഇല്ല സമ്മതിക്കൂല, ഭാര്യയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നബിതങ്ങളുടെ അടുക്കലേക്ക് നബിതങ്ങളുടെ അടുക്കലേക്ക് വിഷയം എത്തുന്നത് വരെ അവള് പോയി. ആര്? ഈ അൻസാരി സ്ത്രീ നബിതങ്ങളുടെ അടുക്കലേക്ക് പോയി. ലജ്ജ തോന്നി. എങ്ങനെയായി ഇപ്പൊ നബിയോട് ഇത് പോയി ചോദിക്കുക? ഇതിപ്പോ എങ്ങനെ ഇപ്പൊ നബിയോട് പോയി ചോദിക്കുക? പടച്ചവനെ, ഇതിപ്പോ ഇടങ്ങാറായി. ഉസ്താദന്മാരുടെ ചില മസാല ചോദിക്കാൻ പെണ്ണുങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കുന്ന എങ്ങനെ ഇതിപ്പോ പോയി ചോദിക്കും എന്നുള്ളൊരു രീതികളുണ്ടല്ലോ, ഇത് അന്നുണ്ടായിരുന്നു. ഈ സഹാബത്തിന്, ഈ അൻസാരി സ്ത്രീക്ക് ഒരു ലജ്ജ തോന്നിപ്പോയി. ഉമ്മു സൽമ റളിയല്ലാഹു തആല എന്നോട് പറ, ഞാൻ പറഞ്ഞോളാം.
ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നബിയെ, ഇങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് അതാണ് അവര് പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഇവരൊക്കെ മക്കക്കാരാണല്ലോ, അവർക്കൊക്കെ ചിലപ്പോ ആ ഒരു സ്വഭാവം പണ്ട് അവിടെ കാണുമായിരിക്കാം. അതുകൊണ്ട് മദീനക്കാർക്ക് അങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല. അതുകൊണ്ട് അതിന്റെ പരിഹാരം കാണാനാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല. ഈ ആയത്ത് വീണ്ടും അവിടെയും ഓതി. ഈ ആയത്ത് ഒരുപാട് പശ്ചാത്തലം എല്ലാം പറയണമല്ലോ. അപ്പൊ നമുക്ക് കേൾക്കുമ്പോ ഇങ്ങനെയൊക്കെയാണോ? ഇസ്ലാമിന്റെ തുടക്കത്തിലൊക്കെ ചില തെറ്റുകൾ സംഭവിക്കും, അതെല്ലാം അള്ളാഹു മാപ്പാക്കി കൊടുക്കുമല്ലോ. വരുന്നല്ലേ ഓരോരോ വിഷയങ്ങൾ. ഈ ഇസ്ലാം മുഴുവൻ നമ്മുടെ മുന്നിൽ ഇരുന്നിട്ട് നമ്മൾ കാണിക്കുന്നത് തമ്മാടിത്തരമാണ്. ഇതൊക്കെ അവർക്ക് ഇത് വരുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ്. ഇതെല്ലാം നമ്മളെ ഒരിക്കലും അവരെ മോശമായി ധരിച്ചു പോരുത്. അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. നഅൂദുബില്ല, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇത് നിയമമാണ്, ഇസ്ലാമിന്റെ നിയമം. നിബിധങ്ങൾ പഠിപ്പിച്ച ഒരു ശൈലി ഞാൻ എടുത്ത് നിങ്ങളുടെ മുന്നിൽ ഹദീസിന്റെ തെളിവോടുകൂടി പറഞ്ഞു തരികയാണ്. അല്ല ഞാൻ സ്വന്തമായിട്ട് മലയാളം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം മുസ്ലിംകാർ സ്വന്തമായിട്ട് പറയുന്ന വാക്കാന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ ഇബാറത്തോടു കൂടി ഞാൻ പറയുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിസാഉകും ഹർസുൽ ലക്കും ഫാതു ഹർസകും അന്നാ ശിഅതും. ഈ ആയത്ത് ഇറക്കി. ഈ ആയത്ത് അപ്പോഴാണ് ഇറങ്ങിയത്. നബി തങ്ങൾ ആയത്ത് ഓതിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ലാ ഇല്ലാ ഫീ സിമാമിൻ വാഹിദ്. നീ ആഗ്രഹിക്കുന്നത് പോലെ പിൻദ്വാരത്തിലൂടെ പാടില്ല, ഒരേ ദ്വാരം മാത്രം. അത് അത് ഗുഹ്യഭാഗത്തുകൂടെ മാത്രമായിരിക്കണം. അത് മുഖ്ബിലാത്തായാലും മുദ്ബിറാത്തായാലും മുസ്തൽഖിയാത്തായാലും അത് മാത്രമേ അനുവദനീയമുള്ളൂ, അതല്ലാതെ അനുവദനീയമില്ല നബി തങ്ങൾ പറഞ്ഞു. പിന്നെ അവർ മനസ്സിലായി. മറ്റൊരു റിവായത്തിൽ ഫലമ്മ